ഈ 7ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ ഒക്കെ പഠനം ഉപേക്ഷിച്ച് പോകുന്ന കുട്ടികൾക്ക് വീണ്ടും അത് തുടർന്ന് പോകാനുള്ള സാധ്യതയാണ് സാക്ഷരതാ മിഷൻ വഴി ഒരുക്കിയിട്ടുള്ളത്. ഇനി അതുവഴി ഒരു അടിസ്ഥാന യോഗ്യത കിട്ടിക്കഴിയുന്ന ഒരാൾക്ക് ഡിഗ്രി കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റണമെങ്കിൽ അതിനൊരു ഏജ് ബാർ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഏജ് ബാർ ഗവൺമെൻറ് റിമൂവ് ചെയ്ത് കൊടുക്കുകയാണ്. ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും കോളേജിൽ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യാം. അതിനുള്ള സ്കോളർഷിപ്പും ഹോസ്റ്റൽ ഫീസും ഉൾപ്പെടെ ഒരു വർഷം ഒരു വിദ്യാർത്ഥിക്ക് 60,000 രൂപ കൊടുക്കുന്നുണ്ട്. അത് ഈ പറയുന്ന ഡിഗ്രി UG PG കോഴ്സാണെങ്കിൽ. ഇനി പ്രൊഫഷണൽ കോഴ്സാണെങ്കിൽ മാക്സിമം അത് 1,00,000 രൂപ വരെയുള്ള തുകയിലേക്ക് അങ്ങനെ സർജറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കുള്ള റീഇംബേഴ്സ്മെൻ്റ് ആയിക്കോട്ടെ. ഇപ്പോൾ എനിക്ക് ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് ട്രെയിനിങ് കോഴ്സ് പഠിക്കണം, അത് ഇന്ന സ്ഥലത്തേ ഉള്ളൂ. ആ കോഴ്സ് പഠിക്കാൻ ഒരു പക്ഷേ 2,00,000 3,00,000 ആവുന്നു ആയിക്കോട്ടെ. ആ പൈസ മുഴുവൻ സർക്കാർ കൊടുത്തുകൊണ്ട് തന്നെ ആ കോഴ്സുകളിലേക്കുള്ള പ്രവേശനം സാധ്യമാക്കുന്നു. എനിക്ക് തോന്നുന്നത് ഒരു 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 വ്യക്തിക്ക് തന്നെ ഏകദേശം 25 ലക്ഷത്തോളം രൂപ കൊടുത്ത് അയാളെ പൈലറ്റ് ആക്കാനുള്ള ഒരു സഹായം ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ആദം ഹാരി പോലുള്ളൊരു പൈലറ്റിനെ വിദേശത്ത് അയച്ച് പഠിപ്പിക്കാനുള്ള എല്ലാ രീതിയിലുള്ള ഒരു സാധ്യതയും ഈ സർക്കാർ തേടുകയും അത് നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ വ്യക്തിയുടെയും അവരുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ ശോഭിക്കാനുള്ള സഹായങ്ങൾ ചെയ്യുന്നുണ്ട്.